ഞാൻ എടുക്കാൻ പോകുന്നത് ലെമ്മ 13 ആണ്. ലെമ്മ പറയുന്നത് ലെറ്റ് എഫ് ബി ഇൻറ്റഗ്രബിൾ ഓവർ ദി ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവൽ എ ബി then f of x equal to 0 for almost all x element of ab if and only if integral over x1 to x2 f equal to 0 for all x1 x2 subset of ab. അതായത് എഫ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓവർ ദി ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവൽ എ ബി ആണ്. എഫ് ഇൻറ്റഗ്രബിൾ ആണ്. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഇൻറ്റഗ്രൽ ഓവർ x1 x2 എഫ് ഈക്വൽ ടു 0 ഫോർ ഓൾ x1 x2 സബ്സെറ്റ് ഓഫ് എ ബി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് നോക്കാം. ക്ലിയർലി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി ആണെന്ന് ക്ലിയർ ആണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബിയിൽ. അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഇൻറ്റഗ്രൽ ഓവർ x1 ടു x2 എഫ് ഈക്വൽ ടു 0 ഫോർ ഓൾ x1 x2 സബ്സെറ്റ് ഓഫ് എ ബി. അത് രണ്ടും ഡയറക്റ്റായിട്ട് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി പ്രൂവ് ചെയ്തു. ഇനി കോൺവേഴ്സ് പാർട്ട് നോക്കുക. കോൺവേഴ്സ്ലി സപ്പോസ് ഇൻറ്റഗ്രൽ ഓവർ x1 ടു x2 എഫ് ഈക്വൽ ടു 0 ഫോർ ഓൾ x1 x2 സബ്സെറ്റ് ഓഫ് എ ബി എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ക്ലെയിം ചെയ്തു? ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് ഈക്വൽ ടു 0 ഫോർ ഓൾ മെഷറബിൾ സെറ്റ്സ് ഈ സബ്സെറ്റ് ഓഫ് എ ബി എന്നുള്ളത് പ്രൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും എബവ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യും ഫോർ ഓൾ ഓപ്പൺ സെറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ എ ബി. എല്ലാ എ ബിയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എല്ലാ ഓപ്പൺ സെറ്റ്സിനും എന്ത് ചെയ്യും? എബവ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ സിൻസ് ഇൻറ്റഗ്രേഷൻ ഈസ് കൗണ്ടബിളി അഡിക്റ്റീവ് ആൻഡ് എവറി ഓപ്പൺ സെറ്റ് ഈസ് ദി യൂണിയൻ ഓഫ് കൗണ്ടബിൾ ഡിസ്റ്റോയിൻ്റെ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ദി കണ്ടിന്യൂറ്റി ഓഫ് ഇൻറ്റഗ്രേഷൻ ദെൻ ടെൽസ് us ദാറ്റ് വൺ ഓൾസോ ഹോൾഡ്സ് ഫോർ. ഇനി അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യും? ജി ഡെൽറ്റ സെറ്റ്സിനും എന്തായാലും ഹോൾഡ് ചെയ്യുന്നതാണ് പറയണത്. ജി ഡെൽറ്റ സെറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ എ ബിക്ക് ഇതെന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. സിൻസ് എവറി സെറ്റ് ഈസ് ദി ഇൻറ്റർസെക്ഷൻ ഓഫ് എ കൗണ്ടബിൾ ഡിസെൻഡിങ് കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആയിരിക്കും. ജി ഡെൽറ്റ സെറ്റ്സ് എന്ന് പറയുന്നത് ഇൻറ്റർസെക്ഷൻ ഓഫ് എ കൗണ്ടബിൾ ഡിസെൻഡിങ് കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ്. ബട്ട് എവറി മെഷറബിൾ സബ്സെറ്റ് ഓഫ് എ ബി ഈസ് ഓഫ് ദി ഫോം ജി ടിൽഡ് ഇ നോട്ട് ആണ്. എല്ലാ മെഷറബിൾ സബ്സെറ്റും എ ബിയിലുള്ള എല്ലാ മെഷറബിൾ സബ്സെറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് ജി ടിൽഡ് ഇ നോട്ട് ആയിരിക്കും. അവിടെ ജി എന്ന് പറയുന്നത് ജി ഡെൽറ്റ സബ്സെറ്റ് ഓഫ് എ ബി ആണ്. അതുപോലെ തന്നെ മെഷർ ഓഫ് ഇ നോട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ എല്ലാ കണ്ടീഷനും നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻസ് ഓഫ് ഇൻറ്റഗ്രേഷൻ ദാറ്റ് വൺ ഈസ് വെരിഫൈഡ്. അതായത് ഈ മേലെ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടീഷനും എന്താണ്? ഇക്വേഷൻ 1 വെരിഫൈ ചെയ്യുമെന്നാണ് പറയണത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്തു? ഡിഫൈൻ ഇ പ്ലസും ഇ മൈനസും നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇ പ്ലസ് എന്ന് പറയുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും അതുപോലെ തന്നെ ഇ മൈനസ് എന്ന് പറയുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന രണ്ട് സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ദീസ് ആർ 2 മെഷറബിൾ സബ്സെറ്റ്സ് ഓഫ് എ ബി ആൻഡ് ഇത് രണ്ടും എ ബിയുടെ 2 മെഷറബിൾ സബ്സെറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇക്വേഷൻ 1 പ്രകാരം എന്ത് പറയാൻ പറ്റും? ഇൻറ്റഗ്രൽ ഓവർ എ ബി എഫ് പ്ലസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഇ പ്ലസ് എഫ് ഈക്വൽ ടു 0. ഇൻറ്റഗ്രൽ ഓവർ എ ബി എഫ് പ്ലസിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻറ്റഗ്രൽ ഓവർ ഇ പ്ലസ് എഫ് ഈക്വൽ ടു 0 എന്നും അതുപോലെ തന്നെ ഇൻറ്റഗ്രൽ ഓവർ എ ബി മൈനസ് എഫ് മൈനസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് ഇൻറ്റഗ്രൽ ഓവർ ഇ മൈനസ് എഫ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഇനി തൊട്ട് മുന്നത്തെ മൊഡ്യൂളിൽ നമ്മൾ ഒരു പ്രൊപ്പോസിഷൻ നയം പഠിച്ചിരുന്നു. അതായത് എഫ് എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓഫ് ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ അങ്ങനൊരു പ്രൊപ്പോസിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം എന്ത് പറയാൻ പറ്റും? എ നോൺ നെഗറ്റീവ് ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ വിത്ത് 0 ഇൻറ്റഗ്രൽ മസ്റ്റ് വാനിഷ് ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇറ്റ്സ് ഡൊമൈൻ. അതായത് ഡൊമൈനിലുള്ള എല്ലാ ഇൻറ്റഗ്രലും എ നോൺ നെഗറ്റീവ് ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ വിത്ത് 0 ഇൻറ്റഗ്രബിൾ മസ്റ്റ് വാനിഷ് ചെയ്യും ഓൾമോസ്റ്റ് ഡൊമൈനിലുള്ള എല്ലാ നോൺ നെഗറ്റീവ് ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ വിത്ത് 0 ഇൻറ്റഗ്രൽ എന്തെയും വാനിഷ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് പ്ലസും എഫ് മൈനസും എന്ത് ചെയ്യും? വാനിഷ് ആയി പോകും ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ എ ബി എന്ന്. അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ കോൺവേഴ്സ് പാർട്ടും പ്രൂവ് ചെയ്തു. അതാണ് ലെമ്മ 13.
ഇനി നെക്സ്റ്റ് തിയറം 14 ആണ് പറയുന്നത്. ലെറ്റ് എഫ് ബി ഇൻ്റഗ്രബിൾ ഓവർ ദി ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവൽ എ ബി ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ എ ടു എക്സ് എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി. അതായത് എഫ് എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രബിൾ ഓവർ ദി ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവൽ എ ബി ആണ്. ആൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ എ ടു എക്സ് എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അത് നമുക്ക് ഓൾറെഡി മുന്നൊക്കെ അറിയുന്ന കാര്യമാണ്. അതിന് അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ് ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബിയിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ദി ഫംഗ്ഷൻ എഫ് ഓൺ എ ബി ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ ടു എക്സ് എഫ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ഇനി തിയറം 18 എന്താ പറയുന്നതെന്ന് വെച്ചാൽ സിൻസ് എഫ് ഈസ് എൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത് തിയറം 18 ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നേ പഠിച്ച തിയറം 10, ഈ ഇതിൽ തന്നെ നമ്മൾ പഠിച്ച തിയറം 10 ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ എ ബി ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഈസ് ഇൻ്റഗ്രബിൾ ആണ്. എഫ് എ ബി എന്ന് പറയുന്നതിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എന്തായിരിക്കും, ഇൻ്റഗ്രബിൾ ആണെന്ന് പറയുന്നത് ഒരു തിയറം ഉണ്ട്. അപ്പോൾ അത് പ്രകാരം എന്ത് പറയാൻ പറ്റും, ഇൻ്റഗ്രബിൾ ആണ് ആ തിയറം പ്രകാരം. ഇനി തൊട്ട് മുന്നത്തെ ലെമ്മ പ്രകാരം എന്ത് പറയാൻ പറ്റും, to show that the integrable function f dash to f vanishes almost everywhere on AB, it suffices to show that its integral over every closed subinterval of AB is 0 എന്ന് പറയാൻ പറ്റും. അത് തൊട്ട് മുന്നത്തെ ലെമ്മ പ്രകാരം എഫ് ഡാഷ് എഫ് എന്ന് പറയുന്നത് വാനിഷ് ചെയ്യും ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ എ ബി എന്ന്. നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓവർ എവ്രി ക്ലോസ്ഡ് സബ് ഇൻ്റർവെൽ എ ബി 0 എന്ന് പറഞ്ഞിട്ടാണ് ഇനി കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റ് എക്സ് വൺ എക്സ് ടു ബി കണ്ടെയ്ൻഡ് ഇൻ എ ബി എന്നെടുത്തു. ഇനി തിയറം 10 പ്രകാരം എന്ത് പറയാൻ പറ്റും, ഇൻ ദിസ് കേസ് എ ബി ഈസ് റീപ്ലേസ്ഡ് ബൈ എക്സ് വൺ എക്സ് ടു ആൻഡ് ദി ലീനിയാരിറ്റി ആൻഡ് സബ് അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റഗ്രേഷൻ. അതായത് നമുക്ക് കാണിക്കേണ്ടത് തൊട്ട് മുന്നത്തെ ഇത് പ്രകാരം എഫ് വൺ എഫ് വാനിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എവ്രി ക്ലോസ്ഡ് സബ് ഇൻ്റർവെൽ ഓഫ് എ ബി ഈസ് 0 എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ് വൺ എക്സ് ടു എ ബിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിയറം 10 പ്രകാരം എ ബി എന്തായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും, എക്സ് വൺ എക്സ് ടു ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലീനിയാരിറ്റി ആൻഡ് സബ് അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റഗ്രേഷൻ പ്രകാരം എങ്ങനെ എഴുതാൻ പറ്റും, ഇൻ്റഗ്രൽ ഓവർ എക്സ് വൺ എക്സ് ടു എഫ് ഡാഷ് മൈനസ് എഫിന് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ എക്സ് വൺ എക്സ് ടു എഫ് ഡാഷ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് വൺ എക്സ് ടു എഫ് എന്ന് എഴുതാൻ പറ്റും. ഇൻ്റഗ്രൽ ഓവർ എക്സ് വൺ എക്സ് ടു എഫ് ഡാഷ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. മൈനസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് വൺ എക്സ് ടു എഫ് എന്ന് എഴുതാൻ പറ്റും. അതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ എ ടു എക്സ് ടു എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എ ടു എക്സ് വൺ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് വൺ എക്സ് ടു എഫ് അതെന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അത്രയേ ഉള്ളൂ. അതായത് ലീനിയാരിറ്റി ആൻഡ് സബ് അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റഗ്രേഷൻ പ്രകാരം ജസ്റ്റ് അത് ഒന്ന് വിശദീകരിച്ച് എഴുതിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ 0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. A real valued function psi on AB is said to be convex provided for each points x1 x2 in AB and each lambda with 0 less than or equal to lambda less than or equal to 1. അതായത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ psi on AB നമ്മൾ കോൺവെക്സ് ആണെന്ന് പറയണമെങ്കിൽ ഫോർ ഈച്ച് പെയർ ഓഫ് പോയിൻറ്റ്സ് x1 x2 in AB and each lambda with ലാംഡ എന്ന് പറയുന്നൊരു ഇൻ്റർവെൽ 0 less than or equal to lambda less than or equal to 1 കൺസിഡർ ചെയ്യുന്നൊരു ഇൻ്റർവെല്ലും ആണെങ്കിൽ നമുക്ക് എങ്ങനെ കോൺവെക്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും, സൈ ഓഫ് ലാംഡ എക്സ് വൺ പ്ലസ് 1 മൈനസ് ലാംഡ എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ പുറത്തെടുത്തിട്ട് സൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളിലേക്ക് കൊടുക്കുക. ലാംഡ സൈ ഓഫ് എക്സ് വൺ പ്ലസ് 1 മൈനസ് ലാംഡ സൈ ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഇനി സൈൻ്റെ ഗ്രാഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയണത്. അതായത് ഇഫ് യു ലുക്ക് അറ്റ് ദി ഗ്രാഫ് ഓഫ് സൈ ദി കോൺവെക്സിറ്റി ഇൻഇക്വാലിറ്റി ക്യാൻ ബി ഫോർമുലേറ്റഡ് ജോമെട്രിക്കലി ബൈ സെയിങ് ദാറ്റ് ഈച്ച് പോയിന്റ് ഓഫ് കോഡ് ബിറ്റ്വീൻ എക്സ് സൈ ഓഫ് എക്സ് വൺ ആൻഡ് എക്സ് ടു സൈ ഓഫ് എക്സ് ടു ഈസ് എബോവ് ദി ഗ്രാഫ് ഓഫ് സൈ ആയിരിക്കും. അതായത് കോഡിൻ്റെ 2 പോയിൻറ്റ്സ് എക്സ് സൈ ഓഫ് എക്സ് വണ്ണും എക്സ് ടു സൈ ഓഫ് എക്സ് ടു എന്ന് പറയുന്നത് സൈൻ്റെ ഗ്രാഫിൽ എബോവ് ദി ഗ്രാഫ് ഓഫ് സൈ എന്നാണ് പറയുന്നത്. സോ 2 points x1 less than x2 in AB, each point x1 x2 may be expressed as x ഈക്വൽ ടു ലാംഡ എക്സ് വൺ പ്ലസ് 1 മൈനസ് ലാംഡ എക്സ് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തിന് എക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അവിടെ എ എന്ന് പറയുന്നത് എക്സ് ടു മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ആയിരിക്കും.
ഇനി നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ 15 ആണ് പറയുന്നത്. ഇഫ് സൈ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ എ ബി ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് സൈ ഡാഷ് ഈസ് ഇൻക്രീസിങ് ദെൻ സൈ ഈസ് കോൺവെക്സ്. ഇൻ പെർട്ടിക്കുലർ സൈ ഈസ് കോൺവെക്സ് ഇഫ് ഇറ്റ് ഹാസ് എ നോൺ നെഗറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് സൈ ഡബിൾ ഡാഷ് ഓൺ എ ബി. അതായത് സൈ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഓൺ എ ബി ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് സൈ ഡാഷ് ഈസ് ഇൻക്രീസിങ് ആണ്, ദെൻ സൈ കോൺവെക്സ് ആണ്. ഇനി നെക്സ്റ്റ് സൈ ഈസ് കോൺവെക്സ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ഇറ്റ് ഹാസ് എ നോൺ നെഗറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് സൈ ഡബിൾ ഡാഷ് ഓൺ എ ബിയിൽ ഉണ്ടായിരിക്കണം. അതാണ് പ്രൊപ്പോസിഷൻ 15 പറയുന്നത്. ഇനി പ്രൂഫ് നോക്കാം. ലെറ്റ് x1 x2 ബി ഇൻ എ ബി വിത്ത് x1 ലെസ് ദാൻ x2. x1 x2 എന്ന് പറയുന്നത് എ ബിയിലുള്ള 2 പോയിൻറ്റ്സ് ആണ്. വിത്ത് x1 ലെസ് ദാൻ x2. ലെറ്റ് x ബിലോങ്സ് ടു x1 x2 വി മസ്റ്റ് ഷോ ദാറ്റ് x1 x2ൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൈ ഓഫ് x മൈനസ് സൈ ഓഫ് x1 ബൈ x മൈനസ് x1 ലെസ് ദാൻ ഈക്വൽ ടു സൈ ഓഫ് x2 മൈനസ് സൈ ഓഫ് x ബൈ x2 മൈനസ് x എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. ഹൗവർ അപ്ലൈ ദി മീൻ വാല്യൂ തിയറം ടു ദി റെസ്ട്രിക്ഷൻ ഓഫ് സൈ ടു ഈച്ച് ഓഫ് ദി ഇൻട്രവൽസ് x1 x. ഇനി എന്ത് ചെയ്യുക, മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുക. റെസ്ട്രിക്ഷൻ ഓഫ് സൈ ടു ദി ഈച്ച് ഓഫ് ദി ഇൻട്രവൽസ് x1 x ആൻഡ് x2 ടു ചൂസ് പോയിൻറ്റ്സ് C1 എലമെൻറ്റ് ഓഫ് x1 x ആൻഡ് C2 എലമെൻറ്റ് ഓഫ് x2. അതായത് മീൻ വാല്യൂ തിയറം നമ്മൾ ഈ ഇൻട്രവലിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ 2 പോയിൻറ്റ്സ് ചൂസ് ചെയ്തു. C1 ബിലോങ്സ് ടു x1 x ആണെന്നും C2 ബിലോങ്സ് ടു x2 ആണെന്നും നമ്മൾ ചൂസ് ചെയ്തു. ഫോർ വിച്ച് സൈ ഡാഷ് ഓഫ് C1 എന്ന് പറയുന്നതിന് സൈ ഓഫ് x മൈനസ് സൈ ഓഫ് x1 ബൈ x മൈനസ് x1 എന്നും സൈ ഡാഷ് ഓഫ് C2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സൈ ഓഫ് x2 മൈനസ് സൈ ഓഫ് x ബൈ x2 മൈനസ് x. അതായത് C1 എന്ന് പറയുന്നത് x1 x എന്നുള്ള ആ ഒരു ഇൻ്റർവെല്ലിലാണ്, C2 എന്ന് പറയുന്നത് x2 എന്ന് പറയുന്നത് ആ ഒരു ഇതിലാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ സൈ ഡാഷ് ഓഫ് C1നെ x1ൻ്റെ ടേമിൽ എഴുതാൻ പറ്റും, സൈ ഡാഷ് ഓഫ് C2നെ x2ൻ്റെ ടേമിൽ എഴുതാൻ പറ്റും. Thus in psi dash is increasing, psi of x minus psi of x1 by x minus x1 is equal to psi dash of C1 less than or equal to psi dash of C2 equal to psi of x2 minus psi of x by x2 minus x ആയിരിക്കും. സൈ ഡാഷ് ഇൻക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ സൈ ഓഫ് എക്സ് മൈനസ് സൈ ഓഫ് x1 ബൈ എക്സ് മൈനസ് x1 ഈസ് ഈക്വൽ ടു സൈ ഡാഷ് ഓഫ് C1. അതെന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ഡാഷ് ഓഫ് C2 എന്ന് നമുക്ക് പറയാൻ പറ്റും.